ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അധ്യക്ഷപീഠം അലങ്കരിച്ച അധ്യക്ഷരെ, അറിവിന്റെ നിറകുടങ്ങളായ ഉസ്താദുമാരെ, സ്നേഹനിധികളായ മാതാപിതാക്കളെ, സഹപാഠികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർഗഭാവനങ്ങൾക്ക് ചിറകുമുളച്ച് വർണ്ണവസന്തമായി പേരിറങ്ങുന്ന RCയുടെ സാഹിത്യോത്സവം കാരുണ്യത്തിന്റെ പ്രവാചകൻ എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നു. സമസ്ത ലോകത്തെയും സൃഷ്ടിക്കാൻ കാരണഭൂതരായ അന്ത്യപ്രവാചകൻ ലോകത്തിനു മുന്നിൽ വരച്ചു കാണിച്ചത് ഉറവ് പറ്റാത്ത കാരുണ്യത്തിന്റെ മഹത്തായ മാതൃകയാണ്. വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത് വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, സമസ്ത ലോകത്തിനും കാരുണ്യമായിട്ടല്ലാതെ നബിയെ നാം നിയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. കഠിനമനസ്കരും കുടിലഹരിതരുമായ അന്ധകാര യുഗത്തിലെ അറേബ്യൻ സമൂഹത്തിൽ കാരുണ്യത്തിന്റെ മഹത്തായ സന്ദേശങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉയർത്തിപ്പിടിച്ചത്. സമകാലികരോട് എല്ലാ അർത്ഥത്തിലും പെരുമാറിയ പ്രവാചകൻ, കാരുണ്യത്തോട് പെരുമാറിയ പ്രവാചകൻ മിണ്ട പ്രാണികളോട് പോലും സ്നേഹവായ്പകളോടെ ഇടപഴകി. തൗഹീദിന്റെ അചഞ്ചലമായ സന്ദേശങ്ങളുമായി മക്കയിൽ പ്രബോധന പ്രവർത്തനങ്ങൾ തുടങ്ങിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖുറൈശികൾ ഒളിഞ്ഞും തെളിഞ്ഞും ഒറ്റയായും കൂട്ടമായും പല രൂപത്തിലും ആക്രമിച്ചു. ഒരു ആശ്വാസത്തിന് എന്നോണം മക്കയിൽ നിന്ന് തായിഫിലേക്ക് എത്തിയ തിരുദൂതരെ ആ നാട്ടുകാർ പരിഹസിക്കുകയും ചീത്ത വിളിക്കുകയും അടി ഓടിക്കുകയും കല്ലെറിയുകയും ചെയ്തു. കാലിൽ നിന്ന് ധാരധാരയായി രക്തമൊഴുകി. മുത്തനബി തങ്ങൾ വെള്ളം കുടിക്കുവാൻ വേണ്ടി ചുണ്ടോടടുപ്പിച്ചപ്പോൾ ആ വിരളി പിടിച്ച കൂട്ടർ വെള്ളം തട്ടിത്തെറിപ്പിച്ചു. തീർത്തും അവശനായ തളർന്ന നബി തങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നു. വഹീന്റെ നായകൻ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, നബി തങ്ങളെ, താങ്കളുടെ അനുവാദമുണ്ടെങ്കിൽ ദേ ആ കാണുന്ന 2 മലക്കൾ കൂട്ടിയിടിപ്പിച്ച് ഈ സമൂഹത്തെ നശിപ്പിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്, അങ്ങ് സമ്മതിക്കുമോ? അപ്പോൾ കാരുണ്യത്തിന്റെ പ്രവാചകൻ നിറഞ്ഞ കണ്ണോട് വിതുമ്പുന്ന ചുണ്ടോട് പറഞ്ഞു, അരുത് ജിബ്രീലേ, അരുത്, അവർ അറിവില്ലാത്തൊരു സമൂഹമാണ്. നോക്കൂ, പ്രവാചകന്റെ കാരുണ്യത്തിന്റെ മഹനീയ ദർശനം. തന്നെ പരമാവധി ആക്രമിച്ച ആ സമൂഹത്തെ ഒരു നിമിഷം കൊണ്ട് പാടെ നശിപ്പിക്കാനുള്ള സകല സൗകര്യങ്ങളും തന്റെ മുന്നിൽ തുറന്നു കിട്ടിയിട്ടും കാരുണ്യത്തോട് അവർക്ക് പൊടുത്തു കൊടുത്ത മാതൃക ലോക ചരിത്രത്തിലെന്നും തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടും. കാരുണ്യത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്ന് നമുക്ക് 3 സലാത്ത് ചൊല്ലാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇത്ര പറഞ്ഞ് എൻ്റെ കൊച്ചു പ്രസംഗം ഇവിടെ നിർത്തുന്നു. വാഹുദാവാൻ